ശ്യാമേട്ടാ, ശ്യാമേട്ടാ, ശ്യാമേട്ടനില്ലേ ഇവിടെ? ശ്യാം പ്രകാശ് ഉണ്ടല്ലോ, ഞാൻ വിളിക്കാം. ഇരിക്കൂ. മാഷിന് എങ്ങനെയുണ്ടമ്മേ? കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ആ മോനെ, ഗീത ഇതുവരെ വന്നില്ല. അവളവിടെ പോയി? അവള് നിന്നെ അന്വേഷിച്ച കൈമളുടെ കൺസ്ട്രക്ഷൻ കമ്പനി പോയതാ. അവൾ എന്തിനാ അവിടെ പോയത്? ആ കുട്ടി ഓഫീസിൽ ഫോൺ ചെയ്തപ്പോ ഞാനാ പറഞ്ഞത് സാർ അവിടെ കാണുമെന്ന്. മോനെ, നീ ഒന്ന് പോയി അന്വേഷിക്കേ. ആ ശരി. എന്നെ തിരക്കി മാഷിന്റെ മകൾ ഇവിടെ വന്നോ? ഇവിടെ വന്ന് കണ്ടില്ലല്ലോ സാറേ. ഇതേ എന്താ ഉണ്ടായത്? പറ. മാഷിന്റെ മോളല്ലേ? അതെ. എന്നെ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പ്രകാശുമായി കുട്ടിക്ക് എന്താ ബന്ധം? ഏയ്, അത് മോശം. ചോദ്യത്തിന് മറുപടി പറയാതെ പോകുന്നത് മാനേഴ്സേ അല്ല. ഞാൻ പോണു. പ്രകാശ് എന്താണെന്നോ? എന്താണെന്ന് ഇവരോട് തന്നെ ചോദിക്കേ. പ്രകാശ് റിലാക്സ്. എല്ലാം ഞാൻ അറിഞ്ഞു. സോൾവ് ചെയ്യാവുന്ന പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. യു റിലാക്സ്. വരൂ. കം ഓൺ. ശ്രീ പ്രകാശ്, എന്റെ സ്ഥാപനങ്ങളുടെ ലീഗൽ അഡ്വൈസർ എന്നതിനേക്കാൾ ഉപരി പ്രകാശ് എനിക്ക് എന്റെ മോനെ പോലെ തന്നെയാണ്. എങ്ങു നിന്നോ വന്ന ഒരു പെണ്ണിന് വേണ്ടി നമ്മുടെ ബന്ധം. എങ്ങു നിന്നോ വന്ന പെണ്ണൊന്നുമല്ല, ഗീത എന്റെ പെങ്ങളാ. ഷീ ഈസ് മൈ സിസ്റ്റർ. പെങ്ങൾ എന്ന് പറയണ്ട, പെങ്ങളെ പോലെ എന്ന് പറഞ്ഞാൽ മതി.
സാർ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എല്ലാം എനിക്കറിയാം. നടക്കാൻ പാടില്ലാത്താണ് നടന്നത്. ചെറുപ്പമല്ലേ? ചില ദുർബല നിമിഷങ്ങളിൽ ആരായിരുന്നാലും സാർ ഈ സംഭവം ഒരു നിർഭാഗ്യകരമായ അപകടമാണ്. ആൻ അൺഫോർച്ചുനേറ്റ് ആക്സിഡന്റ്. അപകടങ്ങളിൽ വിക്ടിംസ് ആകുന്നവർക്ക് സാധാരണഗതിയിൽ എന്താണ് കിട്ടുക? നഷ്ടപരിഹാരം. പ്രകാശ് പറഞ്ഞോളൂ, എത്ര കാശ് വേണമെങ്കിലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്നതല്ല ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടത്. ഓക്കെ, ഒരു ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറാണ്. വളരെ ന്യായമായ ഒരു ആവശ്യം. വൺ റീസണബിൾ ഡിമാൻഡ്. മോഹൻ ഗീതയെ വിവാഹം കഴിക്കണം. അതല്ല പ്രകാശ്, അതിപ്പോ മിനിസ്റ്ററുടെ മകളുമായിട്ടുള്ള ഒരു പ്രപ്പോസൽ ഒക്കെ ശരിയായിരിക്കുകയാണ്. അതൊരു പ്രപ്പോസൽ മാത്രമാണ്. ഇതൊരു പെൺകുട്ടിയുടെ ജീവിത പ്രശ്നമാണ്. അല്പം കൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പറയൂ പ്രകാശ്. എന്താ, അവർക്ക് കാശില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം? സി, എന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും ഞാൻ അവളുടെ പേരിൽ എഴുതി വെക്കാം. എത്ര കാശ് വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാം. പറയൂ, ഹൗ മച്ച് ഡു യു വാണ്ട്? വെരി സോറി പ്രകാശ്, ഈ ഒരു കാര്യം ഒഴിച്ച് വേറെ എന്ത് വേണമെന്ന് ചോദിച്ചോളൂ. ഇതിൽ കുറഞ്ഞുള്ള ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല. നിങ്ങൾ പറയുന്ന കോംപ്രമൈസ് എനിക്ക് സ്വീകാര്യവുമല്ല. ഉറപ്പാണോ? ഉറപ്പാണ്. ഓക്കെ, എങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. മിസ്റ്റർ കൈമൽ, വി ആർ പാർട്ടിങ് അവർ വേസ് ഹിയർ. ചതഞ്ഞ പാമ്പിനെ കൊല്ലണ്ടെന്ന് കരുതിയ മാത്രമല്ല, നിന്നെ എനിക്ക് ആവശ്യമുണ്ട് എന്റെ പെങ്ങടെ കഴുത്തി താലി കെട്ടാൻ. ഇപ്പോഴുള്ള ആഘാതം തന്നെ മോക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്. ഇനിയിപ്പോ കോടതി കേസും കൂടെ കൊടുത്തത് അത് വേണോ ശ്യാം? വേണം, തീർച്ചയായും വേണം. വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വഴി എന്ന നിലയ്ക്കാണ് ഞാൻ മോഹനെതിരെ കേസ് കൊടുക്കാൻ തീരുമാനിച്ചത്. വിക്ടിംസിനെ ചോദ്യം ചെയ്ത് പരിഹാസ്യ കഥാപാത്രങ്ങളാക്കിയ ചരിത്രമാണ് ഇത്തരം കേസുകൾക്കെല്ലാം ഉള്ളത്. നീതി ലഭിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ടാവും ശ്യാം? മാഷേ, ഇത്തരം കേസുകളിൽ പ്രതിക്ക് ജീവപര്യന്തം വരെ ലഭിക്കാം. പക്ഷേ ഈ കേസിൽ മോഹന് ശിക്ഷ വാങ്ങിക്കൊടുക്കുകയല്ല എന്റെ ഉദ്ദേശം. ഞാൻ ഈ കേസ് ഫൈറ്റ് ചെയ്താൽ 100% വിജയിക്കുമെന്ന് കൈമലിനറിയാം. അതുകൊണ്ട് നിയമ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾ ഒത്തുതീർപ്പിന് വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ അല്പം വൈകിയാണെങ്കിലും മോഹനെ കൊണ്ട് തന്നെ ഗീതയെ വിവാഹം കഴിപ്പിക്കാമെന്ന എന്റെ കണക്കൂട്ടൽ. അതുകൊണ്ട് ഈ കേസ് ഫയൽ ചെയ്യാൻ മാഷിനെ അനുവദിക്കണം. ഇറ്റ്സ് എ റിക്വസ്റ്റ്. എല്ലാം ശ്യാമിന്റെ ഇഷ്ടം. ഗീതയോട് കൂടി ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം. എല്ലാം ഞാൻ കേട്ടു. എന്തും ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ചേട്ടൻ കേസ് ഫയൽ ചെയ്തോളൂ.